എടോ തെറ്റാര് ചെയ്താലും തെറ്റാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടോ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആലിമ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞത് ആരാ? ഏറ്റവും തലതിരിഞ്ഞത് ആരാ? എടോ വീട് കുറ്റിയടിക്കാനും വീടിന് കല്ലിടാനും ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനും വഴുതുദ്ഘാടനം ചെയ്യാനും ആരാ വരുന്നേ? ഉസ്താദന്മാരല്ലേ വരുന്നേ? ഉസ്താദന്മാരല്ലേ താത്താമാരെ വരുന്നേ? അതിന് മാത്രമല്ല, നരകത്തെ കത്തിക്കാൻ ഉദ്ഘാടനം ചെയ്യുന്നതും ഉസ്താദിന്റെ ശരീരം വെച്ചിട്ടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കുറ്റിയടിക്കാനും ഉദ്ഘാടകനായി അള്ളാഹു തിരഞ്ഞെടുക്കുന്നത് ഉസ്താദന്മാരെ വിളിക്കൊന്ന് കുറ്റിയടിക്ക്, കല്യാണം നടത്തെല്ലാത്തിനും. അതുപോലെ നരകം കത്തിക്കുന്നതും ആലിമിന്റെ ശരീരം വെച്ചിട്ടാ. അള്ളാഹു ഞങ്ങളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇബ്ലീസ് സാധാരണ ആളാണോ? ഇബ്ലീസ് സാധാരണ ആളാണോ? മലക്കുകളുടെ ഉസ്താദ ചങ്ങാതി. ഓനെക്കുറിച്ച് നീ ഒന്ന് പഠിക്കണം. ഞാൻ ഇബ്ലീസിന്റെ ചരിത്രം വായിച്ചപ്പോ എന്റെ കണ്ണ് തെള്ളിപ്പോയി. അവൻ നിങ്ങൾ ഉദ്ദേശിക്കണ ആളൊന്നുമല്ല. എത്ര കൊല്ലം കിതാബെടുത്ത ഉസ്താദാന്നറിയോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നിന്ന് കരയുന്നുണ്ട് നരകത്തിന്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് രാത്രി കഅബയുടെ കില്ല പിടിച്ചിട്ട് കരയുന്ന ജിബ്രീൽ. ആരാ ഈ കരയണേ? നബിങ്ങൾ നോക്കുമ്പോ നല്ല പരിചയമുള്ള ഒരാൾ ചെന്ന് നോക്കി. ആരാ കരയണേ? ജിബ്രീൽ അലൈഹിസ്സലാം. നബിതങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയണേ? നരകത്തെ പേടിച്ചിട്ട് കരയാ നബിയെ. അതിന് നീ പാവമൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇപ്പൊ നരകത്തെ ഓർത്തിട്ട് കരയേണ്ട കാര്യമൊന്നുമില്ല. നീയല്ലേ എല്ലാ പ്രവാചകന്മാർക്കും വഹിയായിട്ട് വരുന്നേ. നീ എന്തിനാ കരയണേ? അപ്പോഴാ ജിബ്രീൽ പറയണേ, ഞങ്ങളുടെ ഉസ്താദായിരുന്നു ശൈത്താൻ, അവൻ വരെ തലതിരിഞ്ഞു പോയില്ലേ, പിന്നില്ലേ നമ്മള്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോൾ മാറുക. തെറ്റ് ചെയ്യാൻ അവസരമുണ്ടാകുന്ന സമയത്ത് മാറിയാൽ അൽഹംദുലില്ലാ നിനക്ക് രക്ഷയുണ്ട്. 2 സ്വർഗം അള്ളാഹു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.